സോ അതാണ് ഒരു സെൽഫ് കെയർ, അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിത്തറ ഉണ്ടാക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്. ട്രീറ്റ് യുവർ സെൽഫ് ആസ് എ കിങ് ഓർ എ ക്വീൻ. Come on, guys. Hello, my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. So, കോൺഷ്യസ് ഷിഫ്റ്റ് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് വീഡിയോ നിങ്ങളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത്. ബിക്കോസ് നമ്മൾ ഇനീഷ്യലി വീഡിയോയിൽ പറഞ്ഞതുപോലെ വരുന്നൊരു 16 days 2025 കഴിയാൻ ഇനിയൊരു 2 മാസം ടൈമോടെ ഉണ്ട് അല്ലേ. 2 മാസം കുറവ് ടൈമേ ഉള്ളൂ, കുറച്ച് ദിവസം ഓൾറെഡി കഴിഞ്ഞു. സോ ഈ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, റൈറ്റ്? യെസ്, ഈ ഒരു 2 മാസം ഇസ് മോർ ദാൻ ഇന്നഫ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാനും ബെസ്റ്റ് സെൽഫിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ. ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. സോ എത്ര ആളുകൾ തംസ് അപ്പ് പറയും എനിക്ക്, എത്ര ആളുകൾ ജോയിൻ ചെയ്യും എൻ്റെ കൂടെ? ഇറ്റ്സ് നോട്ട് ഫോർ മീ, ഓക്കെ, ഇറ്റ്സ് ഫോർ യു, റൈറ്റ്? ഇറ്റ് ഈസ് നോട്ട് ഫോർ യു, ഇറ്റ് ഈസ് ഫോർ അസ്, അല്ലേ? ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, റൈറ്റ്? സോ ജോയിൻ വിത്ത് മീ. നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഒരു 2 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, റൈറ്റ്? സോ നമ്മൾ ഇനീഷ്യൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആളുകളിൽ മാത്രമല്ല കണക്ട് ചെയ്യേണ്ടത്. ഈവൻ നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്തും അതിൻ്റെ ഒരു മിസ്സിങ്, അയ്യോ ഇല്ലാത്തൊരു ഭാവം നിങ്ങൾ കണക്ട് ചെയ്യാതിരിക്കുക, ഓക്കെ? എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാം, ഓക്കെ? ഞാൻ എൻ്റെ ലൈഫ് കോച്ചിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു കാര്യമായിരിക്കാം പറയുന്നുണ്ടായിരിക്കുക, ഒരു കാര്യം കണക്ട് ചെയ്തിട്ടായിരിക്കാം പറയുന്നുണ്ടായിരിക്കുക, പക്ഷേ അതിൽ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ചില ആളുകൾ അവരുടെ ലൈഫായിട്ട് അത് റിലേറ്റ് ചെയ്യും. അതാണ് എക്സാക്ട്ലി വേണ്ടത് ഗൈസ്. നമുക്ക് എല്ലാവർക്കും ആ ഒരു കാര്യമാണ് വേണ്ടത്. നമ്മൾ ഒരു കാര്യം കേട്ട് അതുപോലെ തന്നെയല്ല നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ കാര്യമല്ലല്ലോ എൻ്റെ ലൈഫിലുള്ളത്, അതുകൊണ്ട് ഇതായിരിക്കില്ല, റൈറ്റ്? സോ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത്, നമുക്കൊരു അഡ്വൈസ് കിട്ടുന്ന സമയത്ത്, നമുക്ക് ഗുണമുള്ളൊരു കാര്യം കേൾക്കുന്ന സമയത്ത് അത് എങ്ങനെ നമ്മളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് കണക്ട് ചെയ്യുന്നതാണ് ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു തോട്ട്, അല്ലെങ്കിൽ ആ ഒരു വിവേകം എന്ന് നമ്മൾ പറയില്ലേ. സോ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്. എൻ്റെ എല്ലാ 21 days ബാച്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് എത്രയോ ആളുകളുണ്ട് അങ്ങനെ കണക്ട് ചെയ്യുന്നത്. പല ആളുകൾക്കും അങ്ങനെ കണക്ട് ചെയ്യാനും പറ്റാറില്ല, ഓക്കെ? സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാനെന്നുള്ളതല്ല, ഓക്കെ? നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതോ നിങ്ങൾക്കൊരു ഇൻസൈറ്റ് തരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത് എപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തെ വീഡിയോ കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് ഡേ നമ്പർ 2 ആണ്, ഓക്കെ? സോ ഡേ നമ്പർ 2. സോ ഗൈസ്, സോ യു വോണ്ട് ടു ക്രിയേറ്റ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്, റൈറ്റ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫ് കണക്ട് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് ലൈഫ് കണക്ട് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് ലൈഫ് സ്റ്റൈല് കണക്ട് ചെയ്യണം, നിങ്ങളുടെ ഒരു പേർപ്പസിലേക്ക് കണക്ട് ചെയ്യണം, പാഷനിലേക്ക് കണക്ട് ചെയ്യണം, ജോബ്, മണി, റിലേഷൻഷിപ്പ്, ലവ്, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യണം, അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരണം, ഓക്കെ? സോ ഐ ഗോട്ട് യു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ഓക്കെ? അതിലേക്ക് വരുന്നതിന് മുൻപ് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് എൻ്റെ വോയിസ് മാത്രം നിങ്ങൾ കേൾക്കാം. സോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് റിയാലിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്, ഇപ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ ഏത് സ്റ്റേജിലാണ്, എങ്ങനത്തെ പ്ലേസിലാണ്, എവിടെ താമസിക്കുന്നു, എന്തൊക്കെ ചിന്തിക്കുന്നു, എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കറൻറ്റ് റിയാലിറ്റിയിലേക്കാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ വിഷ്വൽസിൽ വരേണ്ടത്, നിങ്ങൾ രാവിലെ എണീക്കുകയാണ്, കണ്ണ് തുറന്ന് എണീക്കുകയാണ്. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ രാവിലെ എണീക്കുകയാണ്. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഏത് ടൈമിലാണ് നിങ്ങൾ എണീറ്റത്. കാരണം ആദ്യം നമ്മൾ എണീറ്റ പോയി നോക്കുക ഫോണൊക്കെ ആയിരിക്കാം, അല്ലേ? സോ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ഈ ഒരു കറൻറ്റ് റിയാലിറ്റിയിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, ഓക്കെ? അത് ഡീപ്പായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് ടൈമിലാണ് എണീറ്റത്, ആൻഡ് നിങ്ങളെ തന്നെ ഒന്ന് നോക്കുകയാണ്. നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ ശരീരം എങ്ങനെയാണുള്ളത്, നിങ്ങൾ എന്ത് വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്,
നിങ്ങളുടെ അടി മുതൽ മുടി വരെ നിങ്ങളെ നോക്കുക. എന്താണ് നിങ്ങൾ? എങ്ങനെയാണ്? ഈസ് എവറിത്തിങ് ഓക്കെ? ഓൾറൈറ്റ്. ഇനി നിങ്ങൾ കിടക്കുന്ന പ്ലേസിലേക്ക് വരികയാണ്. ബെഡ്. നിങ്ങൾ കിടക്കുന്ന ബെഡ് എങ്ങനെയുണ്ട്? അവിടെ എന്തൊക്കെയുണ്ട്? അത് നീറ്റാണോ? ലാസ്റ്റ് നൈറ്റ് നിങ്ങളൊരു വളരെ നീറ്റായിട്ടുള്ള പ്ലേസിലാണോ കിടന്നത്? ആ ബെഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നിങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന പുതപ്പൊക്കെ യൂസ് ചെയ്തിട്ട് എത്ര കാലമായി? ഈസ് എവറിത്തിങ് ഓക്കെ ദേർ? ഇനി നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ആ ഒരു റൂമിലേക്കാണ്. നിങ്ങൾ ലാസ്റ്റ് നൈറ്റ് കിടന്ന ആ ഒരു റൂമിലേക്കാണ്. അവിടുത്തെ ചുമരുകൾ നോക്കുക, അവിടുത്തെ കബേർഡ്സ് നോക്കുക, അവിടെ എന്തൊക്കെയാണോ ഉള്ളത്? അത് നീറ്റാണോ? വിൻഡോസ് നോക്കുക, ഈവൻ ഫ്ലോർ നോക്കുക. ഈസ് എവറിത്തിങ് ഓക്കെ ദേർ? ഇനി മിക്ക ആളുകളും ചെയ്യുന്നത് രാവിലെ എണീറ്റ് ആദ്യം ഓടുന്നത് റെസ്റ്റ് റൂമിലേക്കാണ് അല്ലേ? ഓക്കെ, നമുക്ക് അവിടെ പോയി നോക്കാം. നിങ്ങളുടെ റെസ്റ്റ് റൂമിലേക്ക് പോവാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഗോ ടു യുവർ റെസ്റ്റ് റൂം. അവിടെ എല്ലാം ഓക്കെ ആണോ? അവിടെ നീറ്റാണോ? വൃത്തിയുള്ളതാണോ? നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ആയിരിക്കാം, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഷ് ബേസിൻ ആയിരിക്കാം, നിങ്ങൾ എന്തൊക്കെ ആ ഒരു റെസ്റ്റ് റൂമിൽ നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ചുമരുകൾ, അതിൻ്റെ ചുറ്റിലും ഒന്ന് നോക്കുക. ഈസ് എവറിത്തിങ് ഓക്കെ ദേർ? ആർ യു ഹാപ്പി? ഓക്കെ ആണോ? ഇനി നിങ്ങൾ നേരെ പുറത്തേക്ക് വരിക, നിങ്ങളുടെ ഹാളിലേക്കൊക്കെ വരിക, കിച്ചൺ നോക്കുക, നിങ്ങളുടെ വീടിൻ്റെ ഒരു സറൗണ്ടിങ് നോക്കുക. ബിക്കോസ് നിങ്ങൾ ജീവിക്കുന്ന പ്ലേസ് ആണത് അല്ലേ? സോ മേ ബി നിങ്ങൾ നീറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം, മേ ബി എല്ലാം വെൽ അറേഞ്ച്ഡ് ആയിരിക്കാം, മേ ബി ചില ആളുകൾക്ക് അത് വളരെ മെസ്സപ്പായിട്ടായിരിക്കാം കിടക്കുന്നുണ്ടായിരിക്കാം, മേ ബി നിങ്ങൾക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കാം. ബട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബെറ്റർ സെൽഫ് ഉണ്ട് അല്ലേ? ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ബെറ്റർ റിലേഷൻഷിപ്പ്, ബെറ്റർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, പുതിയ വീട്, പുതിയ വാഹനമായിരിക്കാം, പുതിയ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, ജോബ് ആയിരിക്കാം. അങ്ങനത്തെ ഒരു വ്യക്തി ജീവിക്കേണ്ടത് ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണോ? ആർ യു റിയലി ഹാപ്പി വിത്ത് ദാറ്റ്? ഇത് നമുക്ക് വളരെ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നും, റൈറ്റ്? ഇതിലൊക്കെ എന്തായിരിക്കുന്നത്? നമുക്കതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് ചില ആളുകൾ വിചാരിക്കും അല്ലേ? നിങ്ങളൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കുമോ നിങ്ങളുടെ സറൗണ്ടിങ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക, നിങ്ങളുടെ സെൽഫ്, നിങ്ങളുടെ ശരീരമൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക, നിങ്ങളുടെ കിച്ചൺ എങ്ങനെയായിരിക്കുമോ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക, നിങ്ങളുടെ ഹാൾ, നിങ്ങളുടെ വീട് എങ്ങനെയായിരിക്കുമോ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒന്ന് ചിന്തിക്കാം, എവിടേക്കാണോ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ആലോചിക്കാം. എന്നിട്ട് പതുക്കെ കണ്ണു തുറക്കും. ലിസൺ ടു മീ കെയർഫുള്ളി ഗൈസ്. നമുക്കിതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നാം അല്ലേ? പല ആളുകളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മളിതൊക്കെ സ്വപ്നം കാണുന്നത്, ഇതൊക്കെ ആഗ്രഹിക്കുന്നത്. നോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ ഒരു അവസ്ഥയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ബെഡ് വേണം എന്നുള്ളത് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ഒരു ചെറിയൊരു കാര്യം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ബെഡിൽ, വളരെ കംഫി ബെഡിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുകയാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾ കിടക്കുന്ന ബെഡ് ഒട്ടും നീറ്റല്ല, നിങ്ങളത് നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾ ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ബെഡ്ഷീറ്റ് നീറ്റായിട്ട് വെക്കുന്നില്ല, രാവിലെ എണീറ്റ് പോയാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ആ ബെഡ് അങ്ങനെ തന്നെ കിടക്കുകയാണ്, പൊടി പിടിച്ച് മേ ബി കിടക്കുന്നുണ്ടായിരിക്കണം ബെഡിൻ്റെ സൈഡിലൊക്കെ, റൂമിൻ്റെ ആ ഒരു ബെഡ് കിടക്കുന്ന ഒരു സ്പേസും നീറ്റായിരിക്കില്ല. ഇങ്ങനത്തെ ഒരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കാര്യം അവിടെ വർക്ക് ആവുന്നില്ല. യു നോ വാട്ട് ഇറ്റ് ഈസ്? നിങ്ങൾക്ക് ഈ ഒരു സമയം ഇത്ര ചെറിയൊരു കാര്യം തന്നിട്ട്
നിങ്ങൾക്കത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. റൈറ്റ്? നമ്മൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തും നമുക്ക് ഈ ഉള്ള സമയത്ത് ഉള്ള കാര്യം എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു വലിയൊരു സ്ഥലത്തേക്ക് പോവാണ്, ഉയരം കൂടിയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. ഒറ്റയടിക്ക് നമുക്ക് കാല് മേലോട്ട് കയറ്റി വെക്കാൻ പറ്റില്ല, അല്ലേ? വളരെ ഇനീഷ്യൽ സ്റ്റെപ്പായിരിക്കും, വളരെ ചെറിയ സ്റ്റെപ്പായിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നുണ്ടായിരിക്കാം. കറക്റ്റ്? ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമുക്ക് തോന്നും ഇതൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. നിങ്ങൾ വലിയ കാര്യമായിരിക്കാം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക, പക്ഷേ ഈ ഒരു സമയത്ത് ഒരു ചെറിയ കാര്യം നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നിങ്ങൾക്ക് എത്രമാത്രം അതിനുള്ളൊരു കഴിവുണ്ട്, നിങ്ങൾ എത്രമാത്രം അത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബേസ്. നമ്മളുടെ ഓരോ ആഗ്രഹത്തിലേക്കുള്ള അടിത്തറയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് വെറുതെ പറയാൻ മാത്രം എന്നുള്ളതല്ല, അത് ആക്ഷനിൽ കൊടുക്കണം. നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്താന്നുള്ളത് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾ സ്നേഹിക്കാൻ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ളൊരു ക്വാളിറ്റി നിങ്ങളിലൊന്നും കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ പൊടി പിടിച്ചു കിടക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. റൈറ്റ്? മനുഷ്യന്മാരുണ്ട്. യെസ്, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്നേഹിക്കാനും നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ മനസ്സിലാക്കാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടെന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ സമയത്ത് അത് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കണം, അല്ലേ? നമുക്ക് ഇത് ഞാൻ വേറൊരു ടോപ്പിക്കായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വളരില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല, നമ്മൾ ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യങ്ങളും വളരില്ല. അതിനെ നിങ്ങൾക്ക് പുഷ്ടിയോട് കൂടിയിട്ട് കാണാൻ സാധിക്കില്ല, അതിൻ്റെ ഒരു സമൃദ്ധി കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എവിടെയാണോ കുറവായിട്ട് തോന്നുന്നത്, എവിടെയാണോ ഇംപ്രൂവ് ചെയ്യണം, ബെറ്റർ ആക്കണം, എവിടെ എന്തൊരു കാര്യം മിസ്സിങ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു സമയത്ത് അത് റിലേറ്റഡ് ആയിട്ട് എന്താണോ നിങ്ങളുടെ ലൈഫിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. നിങ്ങൾക്ക് സ്നേഹം വേണം, നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് സ്നേഹം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ സ്നേഹിക്കാൻ ആളുകളുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കുന്ന സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ കൂടുതലുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ആദ്യം ആ ഒരു സ്നേഹം തുടങ്ങേണ്ടത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മളെ എങ്ങനെയാണോ നമ്മളെന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. ഇതും അഗെയിൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. ഐ വിൽ കം ബാക്ക് ടു ദാറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക് കണക്ട് ചെയ്യണം. അവിടെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫിലേക്ക് വരണം, നിങ്ങളുടെ ഓത്തൻറ്റിക് സെൽഫിലേക്ക് വരണം. പ്ലസ് അവിടെ നിങ്ങൾക്കുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, അല്ലേ? നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തണം. ജോബ് വേണം, ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം, നല്ല ഫാമിലി വേണം, നല്ല വീട് വേണം, നല്ല സൗകര്യങ്ങൾ വേണം. ഇതൊക്കെ നിങ്ങൾക്ക് വേണം. ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബട്ട് ഈ ടൈമിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, അവിടെ എന്താണോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തെ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് കണക്ട് ചെയ്യുക. കമോൺ ഗായ്സ്, നിങ്ങൾക്ക് വലിയ 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 ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. യെസ്, നിങ്ങൾക്ക് വലിയ 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 ആഗ്രഹങ്ങൾ വേണം. അതിന് ഓരോ ലിമിറ്റും കൊടുക്കാതിരിക്കുക. ബട്ട് ഈ സമയം നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, ഈ സമയം നിങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള സൗകര്യത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരിക, ഒന്ന് നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാം. അത് നിങ്ങളുടെ വീടായിക്കോട്ടെ, നിങ്ങളുടെ ബെഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ കിച്ചൺ ആയിക്കോട്ടെ, നിങ്ങളുടെ റെസ്റ്റ് റൂം ആയിക്കോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ബോഡി ബെറ്റർ ബോഡി കെയർ ചെയ്യുക, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങളുടെ ശരീരം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. സോ അതാണ് ഒരു സെൽഫ് കെയർ, അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിത്തറ ഉണ്ടാക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ ഒട്ടും സൗകര്യമില്ലാത്ത വീട് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ താമസിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബെഡ് ഉണ്ടാവില്ല, റൂം ഉണ്ടാവില്ല, നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് വരാനുള്ളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി റിസർച്ച് ചെയ്യാം, അല്ലേ? പഠിക്കാം ആ ഒരു കാര്യത്തിനെ പറ്റി.
റൈറ്റ്? ക്യാഷൊക്കെ വന്നിട്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിൽ ആ ഒരു കാര്യത്തിൽ റിസർച്ച് ചെയ്യാം, ആ കാര്യത്തിലേക്ക് നോക്കി തുടങ്ങാം. ചില കാര്യത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്താണ് അത് ഗ്രോ ചെയ്യാം. നോക്കാത്ത ഒരു കാര്യം, നമ്മുടെ ശ്രദ്ധ പോവാത്ത ഒരു കാര്യവും നമുക്ക് ഗ്രോ ചെയ്യില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഒരുപാട് ഫുഡൊക്കെ കഴിക്കുകയാണ്, ഹെൽത്ത് ഒന്നും നോക്കാണ്ട് ഒരുപാട് വാരി 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 വലിച്ച് കഴിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നേ ഇല്ല. ആൻഡ് സ്ലോലി നിങ്ങൾ മനസ്സിലാവും നിങ്ങളുടെ ശരീരം വെയിറ്റ് വെച്ച് വരികയാണെന്നുള്ളത്, അല്ലേ? ഒട്ടും ഷേപ്പ് ഇല്ലാണ്ടാവാണ്, ഒട്ടും നിങ്ങൾക്ക് തന്നെ കാണാൻ ഒരു സുഖമില്ലാത്ത രീതിയിൽ വരികയാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. മേ ബി മനസ്സിലാക്കിയാലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരിക്കണം, അല്ലെ? ശ്രദ്ധിക്കാത്ത ആളുകളും ഉണ്ടായിരിക്കണം. എപ്പോഴാണ് അവിടെ ഒരു മാറ്റം വരിക? ആ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്താണ്, നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുന്ന സമയത്താണ്, അല്ലെ? അവിടെ മാറ്റങ്ങൾ വേണം എന്നുള്ള ആ ഒരു നിശ്ചയം വരുന്ന സമയത്താണ്, അവിടെ ആക്ഷൻ വരുന്ന സമയത്താണ്. ഇങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ ഓരോ കാര്യവും. സോ നിങ്ങൾക്കൊരു വലിയ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്, പ്ലസ് നിങ്ങളുടെ ആ ഒരു ഹയർ സെൽഫിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ്. ഏറ്റവും ബെസ്റ്റ് വേർഷൻ, നിങ്ങളുടെ ഓത്തൻറ്റിക് സെൽഫ് കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ്. സോ ഈവൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ പരിമിതമായിട്ടുള്ള ഒരു സൗകര്യമാണെന്നുണ്ടെങ്കിൽ പോലും ട്രീറ്റ് യുവർ സെൽഫ് ആസ് എ കിങ് ഓർ എ ക്വീൻ. Come on guys, day number 2 of Conscious Shift series. So join with me, make your incredible life. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാൻ മറക്കരുത്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഓർ എന്താണോ അടുത്ത ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് എവിടെയാണോ സ്റ്റക്കായിട്ട് തോന്നുന്നത്, ഡെഫിനറ്റ്ലി നമുക്ക് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ബി കണക്റ്റഡ്, വർക്ക് ഫോർ യുവർ സെൽഫ്, ക്രിയേറ്റ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്, ബിക്കോസ് യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ്. താങ്ക് യു.